നമസ്കാരം. ഞാൻ എബി ജോർജ്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടവർ ഓപ്പറേറ്ററാണ് ഇൻഡസ് ടവർ ലിമിറ്റഡ്. ഏകദേശം 2.5 ലക്ഷത്തോളം ടവറുകളും 3,60,000-ഓളം ഓപ്പറേറ്റർ എക്യുപ്മെന്റുകളും ഇൻഡസ് കൈകാര്യം ചെയ്യുന്നു. ആദ്യമായി 5Gയിലേക്കുള്ള മാറ്റം ഇൻഡസിനെ എങ്ങനെ ഗുണം ചെയ്യുമെന്ന് നോക്കാം. 4Gയുമായി കമ്പയർ ചെയ്യുമ്പോൾ 5G സിഗ്നൽ കുറഞ്ഞ ദൂരമേ സഞ്ചരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ ടവറുകൾ ആവശ്യമായിട്ട് വരുന്നു. എയർടെൽ, വോഡഫോൺ ഐഡിയ പോലുള്ള ഓപ്പറേറ്റർമാർ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുമ്പോൾ ഇൻഡസിന് കൂടുതൽ എക്യുപ്മെന്റ് ഇൻസ്റ്റലേഷൻ ഉണ്ടാകും. അങ്ങനെ റെന്റൽ ഇൻകം വർദ്ധിക്കും. ഇന്ത്യയിലെ 22 ടെലികോം സർക്കിളുകളിലും ഇൻഡസിന് ടവറുകളുണ്ട്. ഇനി നമുക്ക് സെയിൽസ് പെർഫോമൻസ് നോക്കാം. ഫിനാൻഷ്യൽ ഇയർ 2022 മുതലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ എല്ലാ വർഷവും സെയിൽസിൽ വളരെ ചെറിയ തോതിലാണെങ്കിലും കൂടുന്നതായി കാണാം. ടെലികോം സെക്ടറിലെ വെല്ലുവിളികൾക്കിടയിലും സെയിൽസിൽ നേരിയ വർധന കൈവരിക്കാനായത് ഇൻഡസിന്റെ നേട്ടമാണെന്ന് പറയേണ്ടി വരും. പ്രോഫിറ്റബിലിറ്റി. ഫിനാൻഷ്യൽ ഇയർ 2022 മുതലുള്ള നെറ്റ് പ്രോഫിറ്റ് പരിശോധിച്ചാൽ വലിയ വേരിയേഷൻ കാണുന്നുണ്ട്. ഇത് 2023 ഐഡിയയുടെ ബാഡ് ഡെറ്റ് പ്രൊവിഷൻ മൂലവും 2025 റിക്കവറി മൂലവും പ്രോഫിറ്റിലുണ്ടായ വേരിയേഷനാണ്. അഡ്ജസ്റ്റഡ് പ്രോഫിറ്റിൽ വലിയ വേരിയേഷൻ കാണുന്നില്ല. FII DII ഹോൾഡിംഗ്. ജൂണിലെ കണക്കനുസരിച്ച് FII ഹോൾഡിംഗ് 27.51%, DII ഹോൾഡിംഗ് 18.16%. ഇതിന്റെ പ്രൊമോട്ടർമാരായ എയർടെൽ 50% ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പബ്ലിക്കിന്റെ കൈവശം 4.31% ഷെയർ മാത്രമേ ഉള്ളൂ. മാർച്ച് 2022 ഇൻഡസിന്റെ ട്രേഡ് റിസീവബിൾസ് 7,059 കോടിയായിരുന്നു. വോഡഫോൺ ഐഡിയയുടെ കിട്ടാക്കടമായിരുന്നു പ്രധാന പ്രശ്നം. എന്നാൽ ഇതിൽ നല്ലൊരു പങ്കും 2025 റിക്കവർ ചെയ്യുകയുണ്ടായി. നെറ്റ് കളക്ഷൻ ഡേയ്സ് 93 നിന്നും 58 കുറയ്ക്കാൻ കമ്പനിക്ക് സാധിച്ചു. ജൂൺ 2025 ട്രേഡ് ഡെറ്റേഴ്സ് 5,234 കോടി രൂപയാണ്. ഈ വ്യത്യാസം ക്യാഷ് ഫ്ലോയിലും പ്രകടമാണ്. മാർച്ച് 2022 ക്യാഷ് ഫ്രം ഓപ്പറേഷൻ 9,121 കോടിയായിരുന്നെങ്കിൽ 2025 19,645 കോടി രൂപയായി ഉയർന്നു. പ്രോഫിറ്റ് പോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനിലും വലിയ വേരിയേഷൻ കാണുന്നുണ്ട്. ഇത് ഡെറ്റേഴ്സ് പ്രൊവിഷൻ OPMന്റെ ഭാഗമായി എടുക്കുന്നതുകൊണ്ട് സംഭവിച്ചതാണ്. ഇത് ഒഴിവാക്കിയാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 52 മുതൽ 55% ആണ് എന്ന് കാണാം. ടവർ മെയിൻ്റനൻസിലെ ഒരു പ്രധാന കോസ്റ്റ് ഡീസലാണ്. ഇൻഡസ് പതിയെ ഗ്രീൻ എനർജിയിലേക്ക്, അതായത് സോളാർ എനർജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 15%-ഓളം സൈറ്റുകൾ സോളാറിൽ പ്രവർത്തിക്കുന്നു. ഇത് ഒരു വർഷത്തിനുള്ളിൽ 25% ആക്കാനാണ് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത്. ഇത് കമ്പനിയുടെ ചിലവ് കുറയ്ക്കാൻ സഹായിക്കും. കോമ്പറ്റീറ്റേഴ്സ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ ഇൻഡസ് ആയിരുന്നു ഏറ്റവും വലിയ ടവർ ഓപ്പറേറ്റർ. ബ്രൂക്ക്ഫീൽഡ് എന്ന കമ്പനി റിലയൻസിന്റെ ഗ്രൂപ്പിൽപ്പെട്ട സുമിത് ഡിജിറ്റൽ എന്ന ടവർ കമ്പനി ഏറ്റെടുക്കുകയുണ്ടായി. അതിനുശേഷം ATS ഇന്ത്യ, ക്രസ്റ്റ് ഡിജിറ്റൽ എന്നീ ടവർ കമ്പനികളെയും ഏറ്റെടുത്തു. ഇപ്പോൾ ഈ കമ്പനികൾ ആൾട്ടിയസ് എന്ന ബ്രാൻഡിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ 2,57,000 ടവറുകളോടെ ആൾട്ടിയസ് ആണ് ഒന്നാം സ്ഥാനത്ത്. നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡസ് 2.5 ലക്ഷത്തോളം ടവറുകളുണ്ട്. GTL ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഈ രംഗത്തെ ഇപ്പോഴുള്ള മൂന്നാമത്തെ കമ്പനി. 28,000-ഓളം ടവറുകളാണ് GTL മാനേജ് ചെയ്യുന്നത്. BSNLന് 70,000-ഓളം ടവറുകൾ ഉണ്ടെങ്കിലും ഇത് സ്വന്തം ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. ഇവർ ഒരു ആക്റ്റീവ് ടവർ റെന്റൽ കമ്പനി അല്ല. ക്ലയൻറ്റ്സ്. ഇൻഡസിന്റെ പ്രൊമോട്ടർ കൂടിയായ എയർടെൽ ആണ് ഏറ്റവും വലിയ ക്ലയന്റ്. റിലയൻസ് മുഖ്യമായും ഓൾട്ടിയസിന്റെ ടവറുകൾ ആണ് ആശ്രയിക്കുന്നതെങ്കിലും പല സർക്കിളുകളിലും ഇപ്പോഴും ഇൻഡസ് ടവറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഐഡിയ പ്രധാനമായും ഇൻഡസ് ടവറുകളെയാണ് ആശ്രയിക്കുന്നത്. ഇൻഡസിന്റെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും റിട്ടേൺ ഓൺ ഇക്വിറ്റിയും വളരെ മികച്ചതാണ്. ROCE 28%, ROE 33%. സുമിത് ഡിജിറ്റൽ, ATS ഇന്ത്യ, ക്രസ്റ്റ് ഡിജിറ്റൽ എന്നീ കമ്പനികൾ ആൾട്ടിയസ് എന്ന പേരിൽ ഒരു കമ്പനി ആയതോടെ മാർക്കറ്റ് ലീഡർ എന്ന പദവി ഇൻഡസിന് നഷ്ടപ്പെട്ടു. എന്നാൽ ROCE, ROE, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ, ബുക്ക് വാല്യൂ ഇങ്ങനെ എല്ലാ ഫിനാൻഷ്യൽ റേഷ്യോകളിലും ഇൻഡസ് മുന്നിലാണ്. 5G റോളൗട്ടും സ്ട്രോങ് ക്യാഷ് ഫ്ലോയും ഇൻഡസിന്റെ മുന്നോട്ടുള്ള യാത്ര സുഗമമാക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.